ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം ബലിയർപ്പണം. വിശുദ്ധ ബലിയർപ്പണം അതെന്താണ് എന്ന് പോളാറാമൻ മാർപ്പാപ്പ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇടവകയുടെ നെഞ്ചിടിപ്പാണ് ബലിയർപ്പണം. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് നെഞ്ചിടിപ്പ് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. അത് നിന്നുപോയാൽ ആൾ മരിച്ചു. അപ്പം അതുകൊണ്ട് ഒരു ഇടവക സജീവമാകുന്നത് ബലിയർപ്പണം ശരിയാകുമ്പോഴാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, സഭ പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ബലിയർപ്പണം ഇടവകയിൽ നടന്നാൽ ആ ഇടവകയ്ക്ക് നെഞ്ചിടിപ്പുണ്ട്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ആത്മീയ തലത്തിൽ നെഞ്ചിടിപ്പുള്ളവരായി മാറണമെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ വൈബ്രൻ്റ് ഹാർട്ട് അതുണ്ടാകണമെങ്കിൽ വിശുദ്ധ ബലിയർപ്പണം എത്ര ഗൗരവപൂർവ്വം നമ്മൾ കാണണം എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ ബലിയർപ്പണത്തിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരുന്നാൽ, ഏതായാലും എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകുന്നവരുണ്ടല്ലോ, അത് നന്നായിട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൽഫലം വളരെ വളരെ വലുതായിരിക്കും എന്നുള്ളത് വിശുദ്ധർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഏതാനും ചില വിശുദ്ധ ബലിയർപ്പണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ സിപ്രിയൻ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾക്ക് വലിയ ഒരു ബന്ധം, പരസ്പര ബന്ധമുണ്ട്. 3 കാര്യങ്ങൾ: അന്ത്യ അത്താഴം, കുരിശ്, ദിവ്യബലി. ഈ 3 കാര്യങ്ങൾക്ക് അഭേദ്യമായൊരു ബന്ധം. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾ മനോഹരമായിട്ട് സമ്മേളിക്കുന്ന സമയമാണ് ബലിയർപ്പണ സമയം. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഇന്നലെ, ഇന്ന്, നാളെ. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ഈ 3 കാര്യങ്ങളും മനോഹരമായിട്ട് സമ്മേളിക്കുന്ന ഒരു സമയമാണ് ബലിയർപ്പണ സമയം. ഇന്നലെ എന്ന് പറഞ്ഞാൽ കാൽവരി മലയാഗം. അതുപോലെ തന്നെ അതാണ് കുരിശ്, വിശുദ്ധ സിപ്രിയനും പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ അന്ത്യ അത്താഴം, വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇന്നത്തെ ബലിയർപ്പണം, ഇവയ്ക്കെല്ലാം തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊരു വിശുദ്ധനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പോപ്പ് ലയോ 13. ഇപ്പം നമുക്കുള്ളത് ലയോ 14. ലയോ 13 മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, അളവില്ലാത്ത സ്നേഹമാണ് വിശുദ്ധ കുർബാന. അൺലിമിറ്റഡ് ലവ്. അതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. സ്നേഹം കിട്ടാൻ വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ പോകണോ? സ്നേഹം കിട്ടാൻ ആരുടെയെങ്കിലും കാല് പിടിച്ച് അവരുടെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി വെളിമറന്ന് ജീവിക്കുന്ന വ്യക്തികളെ പോലും നമ്മൾ കണ്ടെന്നു വരും. വഴിവിട്ട ജീവിതത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വരും. സ്നേഹം വേണമെങ്കിൽ അതിൻ്റെ ഉറവിടമായിട്ട് നമ്മൾ കാണേണ്ടത് ബലിയർപ്പണം. നന്നായിട്ട് വിശുദ്ധ ബലിയർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്നത് അൺലിമിറ്റഡ് ലവ്. നമുക്കറിയാമല്ലോ, ചില ഈ ബുഫേക്ക് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ്. അവിടെ വെച്ചിരിക്കുന്ന ആ ഐറ്റംസ് എന്തുമാത്രം വേണേലും നമുക്ക് എടുത്ത് ഭക്ഷിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ലവ്, അതാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഈ വിശുദ്ധൻ സൂചിപ്പിച്ചു. പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ആരാധനകളുടെ ആരാധനയാണ് വിശുദ്ധ കുർബാന, ഇടവകയുടെ നെഞ്ചിരിപ്പാണ് വിശുദ്ധ കുർബാന. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ദ പ്രസൻസ് ഫാർ എക്സലൻസ് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ആരുടെ പ്രസൻസ്? ദൈവത്തിൻ്റെ പ്രസൻസ്, സമ്പൂർണമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ സമ്പൂർണമായ സാന്നിധ്യം, അതാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭ്യമാകുന്നത് എന്ന ആ ഒരു യാഥാർത്ഥ്യം പോളാറാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ആക്ട്സ് ഓഫ് സെൻറ്റ് തോമസ്, അങ്ങനെ ഒരു പഠനമുണ്ട്. അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹത്തിൻ്റെ അതിവിശിഷ്ട വിരുന്നാണ് വിശുദ്ധ കുർബാന. സ്നേഹത്തിൻ്റെ അതിവിശിഷ്ട വിരുന്ന്. നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മൾ വർണ്ണിച്ച് പറയാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിനേക്കാളെല്ലാം അതിവിശിഷ്ടമായ ഒരു വിരുന്നായിട്ട് നമ്മൾ കാണേണ്ടതാണ് വിശുദ്ധ കുർബാനയെന്ന്. മറ്റൊരു വിശുദ്ധനെ കൂടി നമുക്ക് കാണാം, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും വളരെ വിശിഷ്ടമായ കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് ശാശ്വത സ്നേഹവും നിത്യജീവനും സ്വർഗ സൗഭാഗ്യവും നൽകുന്ന വിശുദ്ധ കുർബാന, അതിനായി ഞാൻ കൊതിക്കുന്നു. അദ്ദേഹത്തിന് കൊതി ഉണ്ടായിരുന്നത് എന്തിനോടാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശുദ്ധ കുർബാനയോട്. കാരണം ശാശ്വത സ്നേഹം, നിത്യജീവൻ, സ്വർഗ സൗഭാഗ്യം. നമ്മൾ ആരുടെയെങ്കിലും പുറകെ നടന്ന് പ്രേമിച്ച് അല്ലെങ്കിൽ
അവരെ നിർബന്ധിച്ച് നമ്മളെ സ്നേഹിക്കാനും പ്രേമിക്കാനും ഒക്കെ അവരെ സന്നദ്ധരാക്കിയെന്ന് വിചാരിച്ച് ഈ പറഞ്ഞതുപോലെ അവിടെ കിട്ടുമോ? ശാശ്വത സ്നേഹം, നിത്യജീവൻ, സ്വർഗ സൗഭാഗ്യം, ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എന്ന് ഈ വിശുദ്ധൻ സൂചിപ്പിക്കുകയുണ്ടായി. ഏതാനും ചില കാര്യങ്ങൾ സഭ നമ്മെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സഭാജീവിതത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്, സ്ഥിരാകേന്ദ്രം. അതുപോലെ തന്നെ സഭാജീവിതത്തിൻ്റെ അടിസ്ഥാനം, ഉറവിടം, പരമാത്മാവ് വിശുദ്ധ കുർബാനയാണെന്ന്. അങ്ങനെയാണ് സഭ പോലും നമ്മെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുക. മാത്രമല്ല മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രവും ഉറവിടവും ഉച്ചസ്ഥായിയും, അതാണ് വിശുദ്ധ കുർബാന. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1324, അതുപോലെ തന്നെ ലൂമൻ ജെൻസിയും 11-ാമത്തെ പാരഗ്രാഫ്, ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി സഭാപഠനം നമ്മൾ എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി അതിനെ പ്രണയിക്കാനും തക്കതായ ഒരുക്കത്തോടുകൂടി ഓരോ ദിവസവും ബലിയർപ്പണത്തിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിച്ചേക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1360, താങ്ക്സ് ഗിവിങ്, അതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. നന്ദി അർപ്പണം, ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ. നമ്മൾ ഈ കുറേ യാചന പ്രാർത്ഥന നടത്തി യാചകരെ പോലെ നമ്മൾ ജീവിച്ചാൽ പോരാ, ദൈവത്തിന് നന്ദി പറയുന്ന ദൈവമക്കളായിട്ട് നമ്മൾ മാറണം. ശിഷ്യത്വം ഏറ്റെടുത്തവരെ യാചനയേക്കാൾ കൂടുതൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതിന് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വിശുദ്ധ ബലിയാണ്. 1323-ാമത്തെ പാരഗ്രാഫ് കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്, ഐക്യത്തിൻ്റെ അടയാളമാണ്, ഉപവിയുടെ ബന്ധമാണ്, പെസഹ വിരുന്നാണ്. എന്ത് മനോഹരമായിട്ടാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞവർക്ക് കുർബാന കണ്ടുപോകാൻ പറ്റുമോ? വിശുദ്ധ ബലി അർപ്പിക്കാതെ ഒരു ദിവസം കടത്തിവിടാൻ പറ്റുമോ? പറ്റാത്ത വ്യക്തികളുണ്ട്. കാരണം അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1210 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കൂദാശകളും നമുക്ക് കൃപ നൽകും, പക്ഷേ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രത്യേകത കൃപയുടെ ദാതാവിനെ തന്നെ നൽകുന്നു. ദ ഗിവർ ഓഫ് ഗ്രേസ്, അതാണ് യേശുക്രിസ്തു. ആ യേശുവിനെയാണ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്നത്. ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി അത് ജീവിക്കുന്നവരായി മാറുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ പ്രണയിക്കുന്നവരായി മാറും. വിശുദ്ധ കുർബാനയെ നമ്മുടെ അഭയകേന്ദ്രമാക്കി നമ്മൾ മാറ്റുകയും ചെയ്യും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.